അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. This is the second episode with the Mallu Gomeses. Welcome to our daily vlogs titled Unholier Than Thou. This is episode 2, part 2. അവളുടെ കൂടെ വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആശാട്ടി പക്ഷെ നല്ല ഉറക്കം. ഇന്നലെ രാത്രി ഞാൻ അവളെ വിളിച്ചതായിരുന്നു, നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കണം, അടുത്ത എപ്പിസോഡ് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ ചീത്തവിളി കേട്ടു. അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം ഒതുക്കി കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറഞ്ഞു, ഓടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഹോപ്പ്ഫുള്ളി വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഉള്ള എപ്പിസോഡിൽ അവൾ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യം, ആസ് എ കപ്പിൾ നമ്മളെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ടാവാം എന്നുള്ളതും അതിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത്, വെൻ വി സ്റ്റാർട്ട് യുവർ ലൈഫ് ആസ് എ ന്യൂ കപ്പിൾ, നമ്മൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബത്തിന് കൂടെ താമസിക്കുകയാണെങ്കിൽ അവിടുന്ന് മാറി ഒരു ഇപ്പം നമ്മളും നമ്മുടെ ഇപ്പം ഞാനും വൈഫും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും മാത്രം ഉള്ള ഒരു സ്പേസിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. മെയിൻ റീസൺ, ഇപ്പം നമുക്ക് എപ്പോഴും ഒരു പുതിയ വീടെടുത്ത് അല്ലെങ്കിൽ ഒരു വാടക ഒരു വീടെടുത്ത് മാറുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എസ്പെഷ്യലി കൾച്ചറലി നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരു കൾച്ചർ ഉള്ളതാണ് നമ്മുടെ മലയാളികൾക്ക്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് മാറിപ്പോയി ഒരു വീടെടുക്കുക അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ഒരു വീടെടുക്കുക നമുക്ക് നടക്കുന്ന കാര്യം ആവണമെന്നില്ല. അപ്പോൾ ഒരു സ്പേസിലേക്ക് മാറുക എന്നുള്ളതിനപ്പുറം ഞാൻ ഉദ്ദേശിച്ച പ്രധാന കാര്യം നമ്മുടെ ബൗണ്ടറീസ് ആണ്. നമ്മൾ ഒരുപാട് പേര് കൂടെ താമസിക്കുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു പുരുഷനായതുകൊണ്ട് ഞാനൊരു ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്ന ഒരു പെർസ്പെക്റ്റീവിൽ സംസാരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അത് ആ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടിക്കൊണ്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അന്ന് വരെ എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം അന്നത്തോടെ അവസാനിക്കാൻ പോകുന്നില്ല, അല്ലേ? അത് തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫിലുള്ള ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അവരിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് എൻ്റെ വീട്ടിലേക്ക് വന്നു കയറുന്ന ആ കുട്ടിക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അല്ലേ? ഇപ്പം നമ്മളിടയിൽ കണ്ടുവരുന്ന യങ് കപ്പിൾസിനിടയിലുള്ള ഡിവോഴ്സസ്, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഒരു പുതിയ പാർട്ട്ണറിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പേരൻസിനോടും നമ്മുടെ ബന്ധുക്കളോടും നമുക്ക് പറയാൻ പറ്റണം, ഓക്കെ, ഇന്ന് മുതൽ ഇവളാണ് എൻ്റെ ലൈഫിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാം സ്ഥാനമാണെന്നോ, രണ്ടാം സ്ഥാനം ഒരു പക്ഷേ ആയേക്കാം, അല്ലേ? പക്ഷെ അവരുടെ സ്നേഹമില്ലെന്നല്ല, പക്ഷെ അവരുടെ റോള് നമ്മുടെ ഡെയിലി ലൈഫുള്ള ഡിസിഷൻസിലും ഒക്കെ മാറുവാണ്. അപ്പം ആ ഒരു സംസാരം ആക്ച്വലി നമ്മളും നമ്മുടെ പേരൻസും തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരും തമ്മിൽ ഉണ്ടാകുന്നത് വളരെ എസെൻഷ്യലാണ്. അതായത് ഇന്ന് മുതൽ എൻ്റെ ഫാമിലിയിൽ ഒരു പുതിയ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തി വരികയാണ്, ഒരു പാർട്ട്ണർ വരികയാണ്. ഞാനും അവളും തമ്മിൽ തീരുമാനിച്ച് ഡിസിഷൻസ് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. അവിടെ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് രണ്ടാം സ്ഥാനമേ കാണത്തുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരെടുത്ത്, അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലായി ആലോചിക്കുകയും ഇത് ഭയങ്കര പാടായിരിക്കുമല്ലോ, ഇത്രയും നാൾ എന്നെ നോക്കിയ എൻ്റെ പേരൻസിനോട് ഞാനിതിങ്ങനെ പറയണം, അല്ലേ? ദാറ്റ് ഈസ് വാട്ട് മാരേജ് ഇസ് അബൌട്ട്. മാരേജ് ഇസ് അബൌട്ട് ഷിഫ്റ്റിംഗ് യുവർ പ്രയോറിറ്റീസ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടും നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും എന്താ പറയുക കോംപ്രമൈസുകളൊക്കെ ചെയ്തിട്ട് അവർ നമ്മളോട് ജീവിക്കേണ്ടി വരും. നേരെ മറിച്ച് അവരെ വേണ്ടതുപോലെ സ്നേഹിക്കുകയും വേണ്ടതുപോലെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി സെറ്റിംഗ് ഉണ്ടാവണം, ഈ പറയുന്ന ഒരു ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ വീടും കിടക്കുകയും എടുത്ത് പുതിയ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ നല്ലത്, പക്ഷെ പറ്റില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബൗണ്ടറീസ്, ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് എവിടെ നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ അച്ഛനമ്മ അടക്കം അവർക്ക് എവിടെ അഭിപ്രായം പറയണം, എവിടെ അഭിപ്രായം പറയണ്ട എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അറിഞ്ഞ് അത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്, അല്ലേ? അതായത് ഓക്കെ, അവർ കുടുംബമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ ഞാൻ അവനിടുന്ന ഉടുപ്പ് ഏതാ, അല്ലെങ്കിൽ അവൻ ചായ കുടിക്കണോ എന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ച് പിന്മാറുന്ന ആൾക്കാർ കുറവാണ്. ആ ഒരു വിവേകമുള്ള പേരൻസ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുറവാണ്.
അത് അവരുടെ കുറ്റമല്ല. അവരെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു സുപ്രഭാതത്തിൽ അവർ നിർത്തേണ്ട കാര്യം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ അല്ലായിരിക്കാം. ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാണ്. അപ്പം ആ ഒരു ബൗണ്ടറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. യങ് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ വീട്ടുകാരായിട്ട് ഉണ്ടായാൽ വളരെ നല്ലതാണ്. അത് മാത്രമല്ല, കല്യാണം കഴിച്ചതിന് ശേഷവും നിങ്ങളുടെ പാർട്ട്ണറായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ, ഒരു വളരെ ലൈറ്റ് കോൺവെർസേഷനാണ്. ഇത് ഭയങ്കര തമ്മിത്തൽ ഉണ്ടാക്കുന്ന ഒരു കോൺവെർസേഷൻ അല്ല, വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺവെർസേഷനാണ്. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് അടുത്ത ടിപ്പ് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ്, ഡോക്ടർ ടെനി ഗോമസ് ഹിയർ with the Malu Gomez's.